വിഷുദിനത്തിൽ ഗുരുവായൂരപ്പനെ കണികണ്ട് പതിനായിരങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനം പൂർത്തിയായി. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയായിരുന്നു വിഷുക്കണി ദർശനം. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. നിരവധി വിവാഹങ്ങളും ഇന്നത്തെ ദിവസം അവിടെ നടക്കുന്നുണ്ട്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. തീർച്ചയായും ഗുരുഭവനപുരി ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് ഭക്തജനങ്ങളെ കൊണ്ട്. വിഷുക്കണി പോലെ തന്നെ സമ്പന്നമായി തുടരുന്നു ഗുരുവായൂർ ക്ഷേത്ര പരിസരം എന്നുള്ളത്. ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ച ഒരു തിരക്കാണ് ഇപ്പോഴും ഗുരുവായൂർ ക്ഷേത്ര മൈതാനത്ത് ക്ഷേത്ര പരിസരങ്ങളിലെല്ലാം തന്നെ തുടരുന്നത്. ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണുക, ഈ വിഷു ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ദർശന പുണ്യം നേടി ധന്യമാകുക, അത്തരത്തിൽ പുണ്യം നേടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി കാത്തിരിക്കുകയാണ് ഈ കണ്ട ഭക്തജനങ്ങളെല്ലാം തന്നെ. ഇന്നലെ രാത്രി 12 മണിയോട് കൂടി തന്നെ ഈ വിഷുക്കണി ദർശനം കാണുന്നതിന് വേണ്ടി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ക്യൂവിൽ ഇടം പിടിച്ചിരുന്നു ഭക്തജനങ്ങൾ. 2:45 മുതൽ പുലർച്ചെ 2:45 മുതൽ 3:45 വരെയായിരുന്നു വിഷുക്കണി ദർശനമെങ്കിലും ഒരു മണിക്കൂറിനുള്ളിൽ 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് വിഷുക്കണി ദർശനം, ഗുരുവായൂരപ്പന്റെ വിഷുക്കണി ദർശനം പൂർത്തിയാക്കിയത്. ഇപ്പോൾ സാധാരണ ദർശനത്തിന് വേണ്ടിയുള്ള ഭക്തജനങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, വരികളായി ക്യൂ ആയി ഇങ്ങനെ കാത്തു നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ വിഷുവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഈ മണ്ഡപത്തിൽ, ശ്രീകോവിലിന് മുമ്പിലുള്ള മണ്ഡപത്തിൽ പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് രാവിലെ 2 മണിയോടുകൂടി തന്നെ മേൽശാന്തി കവപ്രാമാറത്ത് അച്യുതൻ നമ്പൂതിരി പുലർച്ചെ 2-ന് ശേഷം ഈ ക്ഷേത്രം തുറന്ന് അവിടെ വിഷുക്കണിയിലടക്കം തിരി തെളിയിച്ചുകൊണ്ട് 2:45 കൂടി ഭക്തർക്ക് വിഷുക്കണി ദർശനത്തിനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്തത്. 1 മണിക്കൂർ നേരം ഇത്തരത്തിൽ ഈ വിഷുക്കണി ദർശനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭക്തജനങ്ങൾ ഇങ്ങനെ ഭഗവാനെ കണ്ട് ഈ വിഷുദിനം അത്രയും വിജയമാക്കുന്നതിന് വേണ്ടി, ധന്യമാക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഉള്ള ആ ഒരു സദ്യയും കൂടി വളരെ വിശിഷ്ടമാണ്. ഇന്നത്തെ ഈ വിഷു സദ്യ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ തന്നെ കഴിക്കുക, അത്രയും സമ്പന്നമായി സദ്യയുടെ ഭാഗമാവുക എന്നുള്ളത് മറ്റൊരു പുണ്യമായി തന്നെ കാണുന്നുണ്ട് ഭക്തജനങ്ങളൊപ്പം തന്നെ. നമസ്കാര സദ്യ ഭഗവാന്റെ ഇന്ന് 4 കൂട്ടം കറികളും ഇടിച്ചു പിഴിഞ്ഞ പായസവും എല്ലാമായി ഇന്ന് വിഭവസമൃദ്ധമായാണ് നമസ്കാര സദ്യ ഭഗവാന്റെ ഉള്ളത്. അത്തരത്തിൽ എല്ലാ വിധത്തിലും വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ് ഗുരുവായൂർ ക്ഷേത്രം സംബന്ധിച്ചോളം. ഈ വിഷുദിനത്തിൽ ഇവിടെ എത്തിച്ചേരുക, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷു ആഘോഷങ്ങളുടെ ഭാഗമാവുക എന്ന് പറയുന്നത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യമായി കരുതുന്നു. ഇന്ന് വൈകിട്ട് വിഷു വിളക്കുണ്ട്. അത്തരത്തിലുള്ള ആചാരപരമായിട്ടുള്ള സവിശേഷതകളും അത്തരത്തിലുള്ള പരിപാടികളെല്ലാം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നത്തെ ദിവസം അരങ്ങേറുന്നുണ്ട്. ഏതായാലും ഭക്തജനങ്ങൾ ഏറെ പുണ്യമായി കരുതുന്ന ഈ വിഷുദിനത്തിൽ അതിലേറെ പുണ്യമായി ഈ ഗുരുഭവനപുരിയിൽ എത്തിച്ചേരുക എന്നുള്ളത് ഭക്തർക്കേറെ ധന്യം നൽകുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ എത്ര മണിക്കൂറുകളോളം കാത്തിരുന്നാൽ പോലും ഭഗവാൻ ഇന്നൊന്ന് കണ്ടു മടങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇപ്പോഴും ക്യൂവിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഭക്തജന സഹസ്രങ്ങൾ.